നമസ്കാരം. 2019 ജൂൺ മാസത്തിൽ ചോദിച്ച ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 വേദം എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ കാരികാംശോയം കുത്ര പ്രാപ്യത്തെ. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ കാരികാംശോയം കുത്ര പ്രാപ്യത്തെ. ഓപ്ഷൻസ്: 1 കഠോപനിഷദി, 2 ഈശോപനിഷദി, 3 ഛാന്തോഗ്യോപനിഷദി, 4 ബൃഹദാരണ്യകോപനിഷദി. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ, ഈ ഒരു കാരിക ഏത് ഉപനിഷത്തിൽ നിന്ന് ഉള്ളതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷനുകളിൽ കഠോപനിഷത്ത്, ഈശോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത് ഇത്രയുമുണ്ട്. ഇതിൻ്റെ ഉത്തരം കഠോപനിഷത്ത് എന്നാണ്. കഠോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാരികാംശമാണിത്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കുന്നതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി സാമാന്യമായിട്ട് ഉപനിഷത്തിനെ പറ്റിയും കഠോപനിഷത്തിനെ പറ്റിയും മനസ്സിലാക്കാം. കാഠകോപനിഷത്ത് ശാങ്കര ഭാഷ്യ സാരത്തോടു കൂടിയത് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉള്ളതാണ്. വായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. വിവസ്വാൻ്റെ പുത്രനും ഭഗവാനും ബ്രഹ്മവിദ്യയ്ക്ക് ആചാര്യനുമായ മൃത്യുവിന് നമസ്കാരം. ആ മൃത്യുവിൻ്റെ ശിഷ്യനും ലോകത്തിങ്കൽ ബ്രഹ്മവിദ്യയുടെ പ്രചാരത്തിന് ഹേതുഭൂതനുമായ നചികേതസിനും നമസ്കാരം. ഇനി കാഠകോപനിഷത്തിൻ്റെ വല്ലികളുടെ അർത്ഥം അനായാസേന ഗ്രഹിക്കുന്നതിനായി അധികം വിസ്തരമില്ലാത്ത ഒരു വിവരണം ആരംഭിക്കുന്നു. ഉപനിഷത്ത് എന്ന ശബ്ദത്തിൻ്റെ സ്വരൂപസിദ്ധി എങ്ങനെയെന്നാൽ വിശരണം, പൊടിഞ്ഞുപോക, ഗതി, അവസാദനം, ക്ഷീണിക്ക, തളരുക. ഈ അർത്ഥങ്ങളോടുകൂടി സത് എന്നൊരു ധാതുവുണ്ട്. അതിനു മുമ്പിൽ ഉപ, നീ എന്ന ഉപസർഗങ്ങളും പിന്നിൽ ക്വിപ്പ് എന്ന പ്രത്യയവും ചേരുമ്പോഴുള്ള രൂപമാണ് ഉപനിഷത്ത് എന്നുള്ളത്. ഉപനിഷത്ത് എന്ന ശബ്ദത്തിന് വ്യാഖ്യാനിക്കുവാൻ പോകുന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതും അറിയപ്പെടേണ്ടതുമായ വസ്തുവിനെ സംബന്ധിച്ചുള്ള വിദ്യ എന്നാണ് അർത്ഥം. ഉപനിഷത്ത് എന്ന ശബ്ദം ഈ വിദ്യയെ കുറിക്കുന്നത് ഏതർത്ഥത്തിൻ്റെ ചേർച്ച കൊണ്ടാണെന്ന് പറയാം. പ്രത്യക്ഷമോ വേദവാക്യത്താൽ അറിയുന്നതോ ആ വിഷയങ്ങളിൽ അനിത്യത്വം മുതലായ ദോഷങ്ങൾ കണ്ട് അവയെ വെറുത്ത് ഉപനിഷത്ത് എന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്നതും ഇനി പറയാൻ പോകുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങളോടു കൂടിയതുമായ വിദ്യയെ ആചാര്യനിൽ നിന്ന് ലഭിച്ചിട്ട് അതിൽ തന്നെ ഉറപ്പോടുകൂടി അതിനെ സംശയം കൂടാതെ ശീലിക്കുന്ന മോക്ഷേച്ഛുക്കൾക്കുള്ള അവിദ്യ മുതലായ സംസാര ബീജങ്ങളെ നശിപ്പിച്ചു കളയുന്നു എന്നുള്ള അർത്ഥത്തിൻ്റെ ചേർച്ച കൊണ്ടാണ് ബ്രഹ്മവിദ്യയെ ഉപനിഷത്തെന്നു പറയുന്നത്. നിജായ്യ തന്മൃത്യുമുഖാദ് വിമുച്യതയെ, അതിനെ വേണ്ടും വണ്ണമറിഞ്ഞാൽ മൃത്യുമുഖത്തിൽ നിന്ന് വിമുക്തനായിത്തീരുന്നു എന്ന് ഇനി പറയുകയും ചെയ്യും. ഉപനിഷാദയതി ഇതി ഉപനിഷത്ത് എന്നു വിഗ്രഹം. ഉപനിഷാദനം ചെയ്യുന്നതിനാൽ ഉപനിഷത്ത് എന്ന് പറയപ്പെടുന്നു. ഉപനിഷാദനം ചെയ്യുക എന്നാൽ നശിപ്പിക്കുക. വിഷയവിരക്തന്മാരായിട്ട് സ്ഥിരമായി ശീലിക്കുന്നവരുടെ അവിദ്യ മുതലായ സംസാര ബീജങ്ങളെ നശിപ്പിക്കുന്നതെന്നു സാരം. സത് ധാതുവിനുള്ള വിശരണം എന്ന അർത്ഥത്തെ എടുത്തുകൊണ്ടാണ് മുൻ കാണിച്ച അർത്ഥം പറഞ്ഞത്. ഗതി എന്ന അർത്ഥമെടുത്താലും ഉപനിഷത്ത് എന്ന പേർ വിദ്യയ്ക്കു ചേരും. എങ്ങനെയെന്നാൽ ഉപനിഷാദനം ചെയ്യുക എന്നാൽ പ്രാപിക്കുക. മുൻപറഞ്ഞ വിധത്തിൽ ദൃഷ്ടങ്ങളും ആനുശ്രവികങ്ങളുമായ വിഷയങ്ങളിൽ വിമുഖന്മാരായ മുമുക്ഷുക്കളെ ബ്രഹ്മത്തിൽ എത്തിക്കുന്നതുകൊണ്ട്
ഉപനിഷത്തെന്ന് ബ്രഹ്മവിദ്യയ്ക്കു പേരുണ്ടായി എന്നും പറയാം. ബ്രഹ്മപ്രാപ്തോ വിരജോഭൂദ്വിമൃത്യു. ബ്രഹ്മത്തെ പ്രാപിച്ച അറിഞ്ഞവൻ അജ്ഞാനവും അതുകൊണ്ടുള്ള സംസാരവുമില്ലാത്തവനായിത്തീരുന്നു എന്ന് ഇനി പറയുകയും ചെയ്യും. സത് ധാതുവിൻ്റെ മൂന്നാമത്തെ അർത്ഥമായ അവസാദനത്തെ എടുത്തുകൊണ്ട് അഗ്നിചയന വിദ്യയെയും ഉപനിഷത്തെന്നു പറയാം. എന്തെന്നാൽ ലോകത്തിന് ആദിയായിട്ടുള്ളതും ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ചതും സർവജ്ഞനുമായ അഗ്നിയെ സംബന്ധിച്ചുള്ള വിദ്യയെ ഇതിൽ രണ്ടാമത്തെ വരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സ്വർഗലോകമാകുന്ന ഫലം ലഭിക്കുന്നതിനു കാരണവും ഓരോ ജന്മത്തിലും വീണ്ടും വീണ്ടുമുണ്ടാകുന്ന ഗർഭവാസം, ജനനം, ജര മുതലായ ഉപദ്രവങ്ങളെ ശിഥിലീകരിക്കുന്നതുമാകുന്നു. അതിനാൽ അവസാദനം എന്ന ധാത്വർത്ഥം അഗ്നിചയന വിദ്യയ്ക്കു ചേരും. സ്വർഗലോക അമൃതത്വം ഭജന്തേ. സ്വർഗലോകത്തിന് അധികാരികളായ യജമാനന്മാർ ദേവത്വത്തെ പ്രാപിക്കുന്നു എന്നും മറ്റും ഇനി പറയുകയും ചെയ്യും. ആകട്ടെ, ഉപനിഷത്ത് എന്ന ശബ്ദത്തിന് ഒരു തരം ഗ്രന്ഥമെന്നാണല്ലോ അധ്യേതാക്കൾ ധരിച്ചിരിക്കുന്ന അർത്ഥം. ഞങ്ങൾ ഉപനിഷത്തിനെ അധ്യയനം ചെയ്യുന്നുവെന്നും അധ്യയനം ചെയ്യിപ്പിക്കുന്നു എന്നും മറ്റും പറയാറുള്ളത് ആ അർത്ഥത്തിലല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം. അവിദ്യ തുടങ്ങിയ സംസാരഹേതുക്കളെ നശിപ്പിക്ക മുതലായ സത് ധാതുവിൻ്റെ അർത്ഥങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ ഒരിക്കലും സംഭവിക്കയില്ല, വിദ്യയിൽ സംഭവിക്കുകയും ചെയ്യും. അതിനാൽ വിദ്യയെ മാത്രമേ ഉപനിഷത്തെന്നു ന്യായമായി പറയാൻ പാടുള്ളൂ. എങ്കിലും ആയുസ്സിനു നിമിത്തമായ ഘൃതത്തെ ആയുസ്സെന്നു തന്നെ പറയാറുള്ളതുപോലെ ഉപനിഷത്തെന്ന ശബ്ദത്തിൻ്റെ മുഖ്യാർത്ഥമായ വിദ്യയ്ക്ക് പ്രയോജനപ്പെടുന്നതിനാൽ ഗ്രന്ഥത്തിനും ഉപചാരമായി ഉപനിഷത്തെന്നു പറയുന്നു. ഇപ്രകാരം ഉപനിഷത്തിനെ നിർവചനം ചെയ്തുകൊണ്ടുതന്നെ വിവേകം മുതലായ ഗുണങ്ങളുള്ളവനാണ് വിദ്യയ്ക്ക് അധികാരിയെന്നും പ്രത്യഗാത്മസ്വരൂപമായ പരബ്രഹ്മമാണ് വിഷയമെന്നും ഈ ഉപനിഷത്തിൻ്റെ പ്രയോജനം സംസാരം നീങ്ങുക, അതായത് ബ്രഹ്മത്തെ പ്രാപിക്കുക തന്നെയാകുന്നു എന്നും അങ്ങനെയുള്ള പ്രയോജനത്തോടാണ് ഈ ഗ്രന്ഥത്തിനു സംബന്ധമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇപ്രകാരം വിശിഷ്ടങ്ങളായ അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം ഇവയോടുകൂടിയ വിദ്യയെ കരതലാമലകം പോലെ വെളിപ്പെടുത്തുന്നതിനാൽ ഈ വല്ലികളും വിശിഷ്ടങ്ങളായ അധികാരി, വിഷയ, പ്രയോജന സംബന്ധങ്ങളോടു കൂടിയവയാകുന്നു. അതിനാൽ ഞാൻ ആ വല്ലികളെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുവാൻ പോകുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖ ഭാഗമാണ്. കഠോപനിഷത്ത് 2 അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓരോ അധ്യായത്തിലും 3 വീതം വല്ലികളുമുണ്ട്. അങ്ങനെ 6 വല്ലികളടങ്ങിയ 2 അധ്യായങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് ഉപനിഷത്താണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരത്തിലേക്കും കടക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേധഃ കാരികാംശോയം കുത്ര പ്രാപ്യത്തെ. ഈ കാരിക എവിടെയാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അത് കഠോപനിഷത്തിലാണ് എന്ന് പറഞ്ഞു. അത് കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 2-ാം വല്ലിയിലെ 2-ാമത്തെ മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥവും നമുക്ക് ഈ ഗ്രന്ഥമനുസരിച്ച് നോക്കാം. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതസ്തൗ സംപരീത്യ വിവിനക്തി ധീര ശ്രേയോ ഹി ധീരോഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാദ്വൃണീതേ. ഒന്നുകൂടി വായിക്കാം. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതസ്തൗ സംപരീത്യ വിവിനക്തി ധീര ശ്രേയോ ഹി ധീരോഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാദ്വൃണീതേ. അർത്ഥം നോക്കാം ഓരോ വാക്കിൻ്റെയും. ശ്രേയ ച മോക്ഷസാധനമായ ജ്ഞാനവും, പ്രേയ ച പ്രേയസ്സും സ്വർഗാദി സാധനമായ കർമ്മവും, മനുഷ്യം മനുഷ്യനെ ആഗമിക്കുന്നു പ്രാപിക്കുന്നു, ധീര ധീരൻ ബുദ്ധിമാൻ, തൗ അവയെ ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും, സംപരീത്യ
സംപരിഗമിച്ചിട്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട്, വിവിനക്തി വിവേചിക്കുന്നു, അവയുടെ ഗൗരവലാഘവങ്ങളെ വേർതിരിച്ചറിയുന്നു. ധീര ധീരൻ ബുദ്ധിമാൻ, പ്രേയസ പ്രേയസ്സിനേക്കാൾ അവിദ്യയേക്കാൾ ശ്രേഷ്ഠമായതിനാൽ, ശ്രേയ ഹി ശ്രേയസിനെ തന്നെ വിദ്യയെ തന്നെ അഭിവൃണീത്തെ വരിക്കുന്നു സ്വീകരിക്കുന്നു. മന്ദ മന്ദനാകട്ടെ അല്പബുദ്ധിയാകട്ടെ, യോഗക്ഷേമാത് യോഗക്ഷേമം നിമിത്തമായി ശരീരേന്ദ്രിയാദികളെ പോഷിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതിനായി, പ്രേയ പ്രേയസ്സിനെ പശുപുത്രാദിരൂപമായ കർമ്മഫലത്തെ വൃണീതെ വരിക്കുന്നു. ഇതിൻ്റെ ഭാഷ്യം വായിക്കാം. ശ്രേയസ്സും പ്രേയസ്സും ജ്ഞാനവും കർമ്മവും അധികൃതനായ പുരുഷന് അധീനങ്ങൾ തന്നെയാണെങ്കിലും സാധനത്തിലും ഫലത്തിലും മന്ദബുദ്ധികൾക്ക് തിരിച്ചറിയാൻ വിഷമമായ വിധത്തിൽ കൂടി കലർന്നെന്ന പോലെയാണ് അവ മനുഷ്യനെ പ്രാപിക്കുന്നത്, മനുഷ്യന് കിട്ടുന്നത്. അതിനാൽ ബുദ്ധിമാൻ അവയെ നല്ലവണ്ണം ആലോചിച്ച് അരയന്നം വെള്ളത്തെയും പാലിനെയും എന്ന പോലെ അവയുടെ ഗൗരവത്തെയും ലാഘവത്തെയും വേർതിരിക്കുന്നു. കർമ്മമനുഷ്ഠിക്കുന്നതിന് വലിയ ആയാസമുണ്ടെന്നും അങ്ങനെ ആയാസം ചെയ്തു കിട്ടുന്ന ഫലം ദുഃഖം കലർന്നതാണെന്നും, നേരെ മറിച്ച് വിദ്യ ലഭിക്കുന്നതിന് പ്രയത്നം കുറവാണെന്നും, ലഭിച്ചാൽ അനർത്ഥനിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാണ് ഫലമെന്നും മറ്റുമുള്ള ഗൗരവലാഘവങ്ങളെ വേർതിരിക്കുന്നു എന്ന് സാരം. അങ്ങനെ വേർതിരിച്ചതിൻ്റെ ശേഷം പ്രേയസ്സിനേക്കാൾ ശ്രേഷ്ഠമെന്നു കണ്ട് ശ്രേയസ്സിനെ തന്നെ ബുദ്ധിമാൻ വരിക്കുന്നു. അല്പബുദ്ധിയുള്ളവനാകട്ടെ വേർതിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യമില്ലായകയാൽ ശരീരാദികളെ പോഷിപ്പിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി പശുപുത്രാദിരൂപമായ പ്രേയസ്സിനെ തന്നെ കർമ്മഫലത്തെ തന്നെ വരിക്കുന്നു. നമസ്കാരം.